പ്രിയപ്പെട്ട കൂട്ടുകാരെ, CSEB ആൻഡ് PSC മാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി വരുന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ 2021 ഫെബ്രുവരി മാസം 6-ാം തീയതി നടന്ന CSEB ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാമിൻ്റെ 120 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. ഇംഗ്ലീഷും മാത്സും ഒഴികെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റിലേറ്റഡ് ഫാക്ടേഴ്സും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അടുത്ത ജൂനിയർ ക്ലർക്ക് എക്സാമിന് ഒത്തിരിയേറെ ഉപകാരപ്രദമാകും എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ അയൺ മാൻ അല്ലെങ്കിൽ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് ആര് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ ബി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. സർദാർ വല്ലഭായ് പട്ടേലാണ് കൃത്യമായിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് മലയാളി റെസിപ്റ്റൻ്റ് ഓഫ് ദി ജ്ഞാനപീഠം അവാർഡ്? ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ശ്രീ ജി ശങ്കരക്കുറുപ്പാണ് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏത് ബാങ്കാണ്? കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് അറിയാം. ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടീം വോൺ ഇൻ ദ IPL 2020 ഫൈനൽ ഹെൽഡ് ഇൻ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇൻ നവംബർ 2020? 2020 IPL ജേതാക്കളെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2020 IPL കിട്ടിയത് മുംബൈ ഇന്ത്യൻസിനാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 2021 വിവിധ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഇവൻറ്റ്സും അതിലെ വിന്നേഴ്സും അത് നിർബന്ധമായും നോക്കിയിരിക്കുക. അപ്പോൾ ഇത് ക്ലർക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. സ്പോർട്സും അതുമായി ബന്ധപ്പെട്ട വിന്നേഴ്സും അത് നിർബന്ധമായി നോക്കിയിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റ് റെവല്യൂഷൻ ഈസ് കണക്റ്റഡ് വിത്ത് ദി പ്രൊഡക്ഷൻ ഓഫ് ഡാഷ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ ബി ആണ്. മിൽക്ക് പ്രൊഡക്ഷൻ, അതായത് പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട റെവല്യൂഷനാണ് വൈറ്റ് റെവല്യൂഷൻ. ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത് പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വെയർ ഇംഗ്ലീഷ് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ്? ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. നാഗാലാൻഡാണ് ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ സി ആണ്. മലപ്പുറമാണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ കേരളത്തിലെ ജില്ല മലപ്പുറമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ 15th കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫിലിം വെൻറ്റ് ടു വാസന്തി ഡയറക്റ്റഡ് ബൈ ഡാഷ്? വാസന്തി എന്നുള്ള ഫിലിമിനായിരുന്നു 50ാം കേരള സ്റ്റേറ്റ് ഫിലിം ഫെസ്റ്റിവലിന് അവാർഡ് ലഭിച്ച മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത വാസന്തി എന്നുള്ള ചിത്രമായിരുന്നു. അപ്പോൾ ഈ വാസന്തി എന്ന് പറഞ്ഞ ഈ ചിത്രം സംവിധാനം ചെയ്തത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. റഹ്മാൻ ബ്രദേഴ്സാണ് വാസന്തി എന്നുള്ള ആ ചിത്രം സംവിധാനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ചീഫ് സെക്രട്ടറി ഓഫ് കേരള? ചീഫ് സെക്രട്ടറി ഓഫ് കേരള, അപ്പോൾ ഈ ഓപ്ഷനിൽ പറഞ്ഞേക്കുന്ന 4 പേരുമല്ല ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി. VP ജോയി ആണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി. അപ്പോൾ നിങ്ങൾ ഇനി കേൾക്കുന്ന സമയത്ത് ചീഫ് സെക്രട്ടറി ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം പുതിയ ചീഫ് സെക്രട്ടറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുക. ചീഫ് സെക്രട്ടറി ഇപ്പോഴത്തെ ആരാണ് എന്നുള്ള കാര്യമൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. ഏതായാലും ഇപ്പോൾ VP ജോയി ആണ് ചീഫ് സെക്രട്ടറി എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വേൾഡ് ആൻറ്റി ടൊബാക്കോ ഡേ, ലോക പുകയില വിരുദ്ധ ദിനമാണ് ചോദിച്ചിരിക്കുന്നത്. ലോക പുകയില വിരുദ്ധ ദിനം ഓപ്ഷൻ ബി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പന്നിയൂർ ഈസ് കണക്റ്റഡ് വിത്ത് വിച്ച് ക്രോപ്പ്? ഏത് ക്രോപ്പുമായി ബന്ധപ്പെട്ട പേരാണ് പന്നിയൂർ? അല്ലെങ്കിൽ പന്നിയൂർ ഏത് വിളയുടെ സങ്കര ഇനമാണ്? അത് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. പെപ്പർ, കുരുമുളകുമായി ബന്ധപ്പെട്ട ഇനമാണ് പന്നിയൂർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് വി ദ പീപ്പിൾ? വി ദ പീപ്പിൾ എന്നുള്ള പ്രശസ്തമായ പുസ്തകം രചിച്ചത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, നാനി പൽക്കിവാലയാണ് വി ദ പീപ്പിൾ എന്നുള്ള പ്രശസ്തമായ ആ പുസ്തകം രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ 9th സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്? UNOയുടെ 9ാമത്തെ സെക്രട്ടറി ജനറൽ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻ്റോണിയോ ഗുട്ടറസ് ആണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ 9ാമത്തെ ജനറൽ സെക്രട്ടറി. ആൻ്റോണിയോ ഗുട്ടറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വന്ദേ മാതരം വാസ് എ സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1907 ബൈ ഡാഷ്? 1907 പ്രസിദ്ധീകരിക്കപ്പെട്ട വന്ദേ മാതരം എന്ന ആ ആർട്ടിക്കിൾസ് അത് ആരാണ് പബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശ്രീ അരബിന്ദോ ഘോഷാണ് വന്ദേ മാതരം എന്നുള്ള ആ സീരീസിൽ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തത്. 1907 അരബിന്ദോ ഘോഷാണ് ഈ ഒരു സീരീസ് പബ്ലിഷ് ചെയ്തത്. ശ്രീ അരബിന്ദോ ഘോഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഗേവ് ദ കോൾ ഫോർ എവർഗ്രീൻ റെവല്യൂഷൻ? എവർഗ്രീൻ റെവല്യൂഷന് വേണ്ടിയുള്ള ആ പ്രശസ്തമായ കോൾ അത് നൽകിയത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ നമുക്കറിയാം, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. ഇവിടെ ആ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഹരിത വിപ്ലവം ആരംഭിച്ചത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് MS സ്വാമിനാഥനാണെന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സുപ്രീം കമാൻഡർ ഓഫ് ദി ആർമഡ് ഫോഴ്സസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആർമഡ് ഫോഴ്സസിൻ്റെ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾക്കെല്ലാം അറിയാം. ഓപ്ഷൻ ബി ആണ്. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയാണ് ആർമഡ് ഫോഴ്സസിൻ്റെ സുപ്രീം കമാൻഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്? കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്നുള്ളത് ഒരു അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് അമെൻമെൻറ്റാണ് എന്നല്ല, ഈ അമെൻമെൻറ്റിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. ആർട്ടിക്കിൾ 19(1)(c) ആണ്. ആർട്ടിക്കിൾ 19(1)(c) ആണ് ഈ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ. അപ്പോൾ അടുത്ത എക്സാമിനൊക്കെ ഈ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റും അതോടൊപ്പം ആർട്ടിക്കിൾ 19(1)(c)യും വളരെ പ്രധാനപ്പെട്ടതായി കണ്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ വുമൺ മിനിസ്റ്റർ ഇൻ കേരള ഫോർ എ ലോങ്ങസ്റ്റ് പീരീഡ്? അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. ശ്രീമതി KR ഗൗരി. KR ഗൗരി ആയിരുന്നു ലോങ്ങസ്റ്റ് പീരീഡ് വുമൺ മിനിസ്റ്ററായി കേരളത്തിൽ ഇരുന്ന ആ വ്യക്തി, KR ഗൗരി അമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫിനാൻസ് മിനിസ്റ്റർ ഹാസ് പ്രസൻറ്റഡ് ദ മാക്സിമം ബഡ്ജറ്റ്സ് ഇൻ ദ കേരള അസംബ്ലി? കേരള നിയമസഭാ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓപ്ഷൻ എ ആണ്. ശ്രീ KM മാണിയാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ പ്രസൻറ്റ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ? ഈ അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ അതിൻ്റെ യൂണിയൻ മിനിസ്റ്റർ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. നരേന്ദ്ര സിംഗ് തോമർ. നരേന്ദ്ര സിംഗ് തോമറാണ് പ്രസൻറ്റ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഓർഗനൈസിങ് വിച്ച് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ത്രൂ ഔട്ട് ദ കൺട്രി ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഈസ് റിലേറ്റഡ് ടു? അതായത് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം താഴെ പറയുന്നതിൽ ഏത് തരം സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഓപ്പറേഷൻ ഫ്ലഡ്. നമ്മൾ മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ വൈറ്റ് റവല്യൂഷൻ കണ്ടു. ഇപ്പോൾ അതേപോലത്തെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ ഫ്ലഡ് ഡയറി സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹാൻഡെക്സ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ? ഹാൻഡെക്സ് ഫോം ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. 1961 ഹാൻഡെക്സ് ഫോം ചെയ്തത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതായി പഠിക്കേണ്ട ഒരു മേഖലയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അവ സ്ഥാപിക്കപ്പെട്ട വർഷവും. അത് പ്രധാനപ്പെട്ട കാര്യമായി പഠിക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് സെറ്റപ്പ് അറ്റ് ഡാഷ്. ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിതമായ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, അജ്മേർ. അജ്മേർ ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ അജ്മേറിലാണ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിതമായത്. ഇതെല്ലാം CSCBയുടെ ആൻസർ കീയിൽ നിന്നാണ് ഇതിൻ്റെ ആൻസർ എല്ലാം കൃത്യമായി നിങ്ങളോട് പറയുന്നത്. ഒഫീഷ്യലായിട്ടുള്ള ഫൈനൽ ആൻസർ കീയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാം നിങ്ങൾക്ക് നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഈസ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ്? കോപ്പറേറ്റീവ് ബാങ്ക്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പാർട്ട് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, പാർട്ട് 5. കോപ്പറേറ്റീവ് ബാങ്ക്സിന് ബാധകമായിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ പാർട്ടാണ് പാർട്ട് 5. 64ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പാർട്ട് 5. 65ാമത്തെ ക്വസ്റ്റ്യൻ മീൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 65ാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നബാർഡ് ഈസ് ഡാഷ്. നബാർഡിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബേഡ്. ബേഡാണ് നബാർഡിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബേഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഡാഷ്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഓപ്ഷൻ ബി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. നബാർഡിൻ്റെ കൺട്രോളിലാണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അപ്പോൾ നബാർഡുമായി അടുപ്പിച്ച് 2 ക്വസ്റ്റ്യനായി. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചു, അതിനുശേഷം നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ആരുടെ കീഴിലാണെന്ന് ചോദിച്ചു. അപ്പോൾ നബാർഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇതെല്ലാം. ഇനി വരുന്ന എക്സാമിന് ഇങ്ങനെ ചോദിക്കണമെന്നില്ല, എങ്കിലും അവർക്ക് അതിൻ്റേതായ ഒരു സ്റ്റൈലുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്. അപ്പോൾ അതും ഒന്ന് അറിഞ്ഞിരിക്കുക. 67ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 67ാമത്തെ ക്വസ്റ്റ്യനാണ്, ഷോർട്ട് ടൈം ലോൺസ് ആർ ജനറലി ഫോർ എ പീരിയഡ്സ് അപ് ടു ഡാഷ്. ഷോർട്ട് ടൈം ലോൺസ് എത്ര നാളുകൾ വരെയുള്ള ലോൺസിനെയാണ് ഷോർട്ട് ടൈം ലോൺസ് എന്ന് പറയുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, 15 മാസം വരെയുള്ള ലോണുകൾക്ക് പറയുന്ന പേരാണ് ഷോർട്ട് ടൈം ലോൺസ്. 15 മന്ത്സ് വരെയുള്ള ലോൺസാണ് ഷോർട്ട് ടൈം ലോൺസ്, അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഹാവ് ബീൻ ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് മ്യൂച്വാലിറ്റി വിത്ത് ഡാഷ് ഫങ്ഷൻസ് ഗോയിങ് ഹാൻഡ് ഇൻ ഹാൻഡ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂച്വാലിറ്റി അതിൻ്റെ കൂട്ടത്തിൽ ഒരു താഴെ പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ ചേർന്നതാണ് ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ആ കൺസെപ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ കൃത്യമായിട്ടുള്ള ആൻസർ എ ആണ്, ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഹാവ് ബീൻ ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് മ്യൂച്വാലിറ്റി വിത്ത് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് ഫങ്ഷൻസ് ഗോയിങ് ഹാൻഡ് ഇൻ ഹാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യുണീക്ക് ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ്സ്? കോപ്പറേറ്റീവ്സിൻ്റെ യുണീക്ക് ഫീച്ചർ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഓപ്ഷൻ ബി ആണ്, ഡിപ്പെൻഡൻസ്. ഡിപ്പെൻഡൻസ് എന്നുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റി സംബന്ധിച്ച് ഒരു യുണീക്ക് ഫീച്ചർ അല്ല. കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഒരു ഡിപ്പെൻഡൻസി അവിടെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ഉണ്ട്, എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. എന്നിരുന്നാലും കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അതിൻ്റേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. മറിച്ച് മറ്റൊരു തരത്തിൽ പുറമേ നിന്നുള്ളൊരു എക്സ്റ്റേണൽ സ്വാധീനങ്ങൾ സാധാരണ കോപ്പറേറ്റീവ്സിന് ബാധകമല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഡിപ്പെൻഡൻസ് എന്നുള്ള ഒരു ഫീച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ബാധകമല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ ഇവിടെ എത്തിച്ചേരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിസാൻ ക്രെഡിറ്റ് കാർഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫിനാൻസിങ് ഡാഷ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് യൂസ്ഡ് ഫോർ ഫിനാൻസിങ് ഡാഷ്. ഓപ്ഷൻ സി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എയും ബിയും കൃത്യമായിട്ടുള്ള ആൻസറാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് പ്രൊഡക്ഷൻ നീഡ്സിനും അതുപോലെ കൺസപ്ഷൻ നീഡ്സിനും ഉപയോഗിക്കാം. കിസാൻ ക്രെഡിറ്റ് കാർഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫിനാൻസിങ് പ്രൊഡക്ഷൻ നീഡ്സ് ആൻഡ് കൺസപ്ഷൻ നീഡ്സ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ്. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ മിൽമ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട വർഷം മാത്രമല്ല, ഇവിടെ മാസം ചോദിച്ചിട്ടുണ്ട്, ഡേറ്റ് ചോദിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, മാസം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു, ഏപ്രിൽ 1980. ഏപ്രിൽ 1980 ആണ്. 1980 എന്ന് പഠിച്ചു വെച്ചാൽ അവിടെ ഒരു പ്രശ്നം വരുന്നത്, ഇവിടെ നവംബർ 1980 ഉണ്ട്, ഏപ്രിൽ 1980 ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള മാസവും തീയതിയും സഹിതം പഠിച്ചാലേ നമുക്കതിൻ്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കൂ. ഏപ്രിൽ 1980 കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ മിൽമ സ്ഥാപിതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് സെറ്റപ്പ് ഇൻ 1960 ആൻഡ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് അണ്ടർ ദി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. 1960 സ്ഥാപിക്കപ്പെടുകയും അതുപോലെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ ഭരണം നടത്തപ്പെടുകയും. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, നാഷണൽ കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷൻ ആണ്. നാഷണൽ കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷനാണ് കൃത്യമായിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോഓപ്പറേഷൻ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡാഷ് ഷെഡ്യൂൾ. ഏത് ഷെഡ്യൂളിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കോഓപ്പറേഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കോഓപ്പറേഷൻ ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടിക അഥവാ ഷെഡ്യൂൾ? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. 7ാമത്തെ ഷെഡ്യൂളിലാണ് കോഓപ്പറേഷൻ എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് ഉൾപ്പെട്ടിരിക്കുന്നത്, 7ാമത്തെ ഷെഡ്യൂൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ പ്രസൻറ്റ് ചെയർമാൻ ഓഫ് നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ? നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പ്രസൻറ്റ് ചെയർമാൻ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആര് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ക്വസ്റ്റ്യൻ ഫെബ്രുവരി മാസത്തിൽ നടന്ന എക്സാമിൻ്റെ സമയത്ത് ചന്ദ്രപാൽ സിംഗ് യാദവ് ആയിരുന്നു NCUIയുടെ ചെയർമാൻ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ആൾ ആരാന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വിട്ടിരിക്കുന്നു. ഹൂ ഇസ് ദ പ്രസൻറ്റ് ചെയർമാൻ ഓഫ് കൺസ്യൂമർ ഫെഡ്? കൺസ്യൂമർ ഫെഡിൻ്റെ പ്രസൻറ്റ് ചെയർമാൻ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ഫെബ്രുവരി മാസത്തിൽ അതിൻ്റെ ആൻസർ ശ്രീ MM മെഹബൂബ് ആയിരുന്നു, ഓപ്ഷൻ സി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആൻസർ മാറിയിരിക്കാം. അതുകൊണ്ട് കൺസ്യൂമർ ഫെഡിൻ്റെ പ്രസൻറ്റ് ചെയർമാൻ, അതുപോലെ പ്രസൻറ്റ് ചെയർമാൻ ഓഫ് നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ, അതുപോലെ ഇപ്പോഴത്തെ അഗ്രികൾച്ചർ മിനിസ്റ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോഓപ്പറേറ്റർ ഈസ് എ മന്ത്ലി ജേണൽ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. ദ കോഓപ്പറേറ്റർ ഈസ് എ മന്ത്ലി ജേണൽ, അത് പബ്ലിഷ് ചെയ്യുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ മന്ത്ലി പബ്ലിക്കേഷനാണ് ദ കോഓപ്പറേറ്റർ. ഓക്കെ, ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ദി കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ടിലെ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് 77ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 77 ഡി ആണ്, റോബർട്ട് ഓവൻ ആണ് ഫാദർ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്, റോബർട്ട് ഓവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഇസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICA? ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ ബെൽജിയത്തിലെ ബ്രസൽസ് എന്നുള്ളതായിരുന്നു കൃത്യമായിട്ടുള്ള ആൻസർ. പക്ഷേ ഇവിടെ ഓപ്ഷനിൽ ബെൽജിയത്തിലെ ബ്രസൽസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ല. അതിനാൽ ഈ ക്വസ്റ്റ്യൻ CSEB ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പോൾ എങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICA ഇപ്പോൾ ബെൽജിയത്തിലെ ബ്രസൽസിലാണെന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഷെഡ്യൂൾഡ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ദെയർ ഇൻ കേരള? കേരളത്തിൽ എത്ര ഷെഡ്യൂൾഡ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ നണ്ണ് എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഈ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന നമ്പറൊന്നുമല്ല, നൺ എന്നുള്ളതായിരുന്നു കൃത്യമായിട്ടുള്ള ആൻസർ. അടുത്തത്, ഇഫ്കോ വാസ് രജിസ്റ്റേർഡ് ഓൺ ഡാഷ് ആസ് എ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇഫ്കോ രജിസ്റ്റർ ചെയ്യപ്പെട്ട തീയതിയും മാസവും അതുപോലെ വർഷവുമാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, നവംബർ 3, 1967. നവംബർ 3, 1967 ഇഫ്കോ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് നവംബർ 3, 1967. അടുത്ത ക്വസ്റ്റ്യൻ, ദ റോക്ക്ഡെയിൽ സൊസൈറ്റി ഓഫ്
ഇക്വിറ്റബിൾ പയനീഴ്സ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ ഡാഷ്. റോക്ക്ടെയിൽ പയനീഴ്സ് സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1844 റോക്ക്ടെയിൽ സൊസൈറ്റി ഓഫ് ഇക്വിറ്റബിൾ പയനീഴ്സ് സ്ഥാപിതമായത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ പഞ്ചാബ് ഇൻ ദ ഇയർ ഡാഷ്. ഇന്ത്യയിലെ ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് സ്ഥാപിതമായത് പഞ്ചാബിലാണ്. ഏത് വർഷമാണ് സ്ഥാപിതമായത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. 1920 1920 പഞ്ചാബിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് സ്ഥാപിതമായ വർഷം 1920. അടുത്ത ക്വസ്റ്റ്യൻ. ദ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ഡാഷ് റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നബാർഡ്. ഗ്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് വളരെ കുരുക്കുകളുണ്ട്. ഒന്നാമത്തേത്, ഈ ഗ്രാഫിക് കാർഡ് എന്നതിൻ്റെ ഫുൾ ഫോം അറിയാത്തവർക്ക് ഇത് എന്താണ് സംഭവം എന്ന് പെട്ടെന്ന് പിടികിട്ടില്ല. കാരണം കമ്മിറ്റി ടു റിവ്യൂ അങ്ങനെ ആ ഫുൾ ഫോമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ഫോം മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. കമ്മിറ്റിയുടെ ഫുൾ ഫോം അറിഞ്ഞിരുന്നാൽ പെട്ടെന്ന് ഇത് ഗ്രാഫിക് കാർഡ് ആണെന്നും നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ഗ്രാഫിക് കാർഡിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണെന്നും കിട്ടിക്കഴിഞ്ഞാൽ ചെയർമാനെ പെട്ടെന്ന് തന്നെ കിട്ടും. 83ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബി ശിവരാമൻ ആയിരുന്നു കൃത്യമായിട്ടുള്ള ആൻസർ. ബി ശിവരാമനാണ് ഗ്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ 84ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ റെക്കമെൻഡേഷൻ ഓഫ് ദ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലാത്തത് താഴെ പറയുന്നതിൽ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. ക്രിയേഷൻ ഓഫ് വയബിൾ യൂണിറ്റ്സ്. ക്രിയേഷൻ ഓഫ് വയബിൾ യൂണിറ്റ്സ് എന്നുള്ളതാണ് ഒരു റെക്കമെൻഡേഷൻ അല്ലാത്തത്. റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലാത്തത് ക്രിയേഷൻ ഓഫ് വയബിൾ യൂണിറ്റ്സ് എന്നുള്ളതാണ്. അതുപോലെ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അറ്റ് ഓൾ ലെവൽസ്. അതുപോലെ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇത്രയും ഓപ്ഷൻസ് റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഈസ് അറ്റ് ഡാഷ്. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ഡൽഹിയിലാണ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥാപനങ്ങളുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് വിടാനൊന്നും ഇല്ല എന്ന് അർത്ഥം. എല്ലാം പഠിക്കേണ്ടത് ആണ് എന്നുള്ള കാര്യം നിർബന്ധമായി ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് വൺ. കെയർ ഫെഡ്, ടെക്സ് ഫെഡ്, ക്യാപെക്സ്, മാർക്കറ്റ് ഫെഡ്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസറായിട്ട് നമുക്ക് പറയാവുന്നത് 86D ആണ്. മാർക്കറ്റ് ഫെഡ്. മാർക്കറ്റ് ഫെഡ് ആയാണ് കൃത്യമായിട്ടുള്ള ആൻസർ ആയിട്ട് പറയാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ സെക്ഷൻ ഡാഷ് ദ നെയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ടു ബി പബ്ലിഷ്ഡ്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. സെക്ഷൻ 9A പ്രകാരമാണ് ദ നെയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ടു ബി പബ്ലിഷ്ഡ്. സെക്ഷൻ 9A പ്രകാരം. റൂൾ 59 ഓഫ് കേസസ് റൂൾസ് ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് റൂൾസ് റൂൾ 59 പ്രകാരം അല്ലെങ്കിൽ കേസസ് റൂൾസ് റൂൾ 59 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 88ാമത്തെ ക്വസ്റ്റ്യന് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റൂളാണ് റൂൾ 59. ഓക്കെ, നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട റൂളാണ് റൂൾ 59. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൂൾ 6 ഓഫ് ദി കേസസ് റൂൾസ് ഈസ് കൺസേൺഡ് വിത്ത് ഡാഷ്. കേസസ് റൂൾസിൻ്റെ റൂൾ 6 ആണ് ചോദിച്ചിരിക്കുന്നത്. 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. മോഡൽ ബൈലോ. മോഡൽ ബൈലോസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂളാണ് റൂൾ 6. അപ്പോൾ റൂൾസും വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്ഷനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് റൂളും. അപ്പോൾ 2 റൂള് അടുപ്പിച്ചടുപ്പിച്ച് ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഈസ് അപ്പോയിൻറ്റഡ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് ദി കേസസ് ആക്ട് 1969. കേസസ് ആക്ട് 1969 ഏത് സെക്ഷൻ പ്രകാരമാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. സെക്ഷൻ 69A പ്രകാരമാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കേസസ് ആക്ടിൻ്റെ സെക്ഷൻ
69A. Next question. As per Rule 35B, the Secretary of the State Cooperative Election Commission, who shall be an officer dash of Cooperative Department. Cooperative Departmentലെ താഴെ പറയുന്നത് ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറി. റൂൾ 35B പ്രകാരമാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് ക്വാളിഫിക്കേഷനാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ. നോട്ട് ബിലോ റാങ്ക് ഓഫ് ദി ജോയിൻറ്റ് രജിസ്ട്രാർ എന്നുള്ളതായിരുന്നു കൃത്യമായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം സർട്ടൻ ടാക്സസ്, ഫീസ് ആൻഡ് ഡ്യൂട്ടീസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് ദി കേസസ് ആക്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ചില ടാക്സുകളിൽ നിന്നും ഫീസുകളിൽ നിന്നും അല്ലെങ്കിൽ ഡ്യൂട്ടീസുകളിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യുന്നത് കേസസ് ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 40 പ്രകാരമാണ്. സെക്ഷൻ 40 പ്രകാരമാണ് ഇത്തരത്തിലുള്ള കുറച്ച് എക്സംഷൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അനുവദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം ഫീസ് ഫോർ മോണിറ്ററി ഡിസ്പ്യൂട്ട് ബിഫോർ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എബോവ് 1 lakh. രജിസ്ട്രാറിൻ്റെ മുന്നിൽ എബോവ് 1 lakhന് മുകളിലുള്ള തരം മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് വന്നാൽ അതിൻ്റെ മാക്സിമം ഫീസ് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. 5000 രൂപയാണ്. അതായത് രജിസ്ട്രാറിൻ്റെ മുൻപിലാണ് മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഫയൽ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എബോവ് 1 lakh ആണ് മോണിറ്ററി ഡിസ്പ്യൂട്ട് എങ്കിൽ അതിൻ്റെ മാക്സിമം ഫീസാണ് 5000 രൂപ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പവർ ഓഫ് രജിസ്ട്രാർ ടു ഗീവ് ഡയറക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് സെക്ഷൻ ഓഫ് കേസസ് ആക്ട്. പവർ ഓഫ് രജിസ്ട്രാർ ടു ഗീവ് ഡയറക്ഷൻസ് അത് ഏത് സെക്ഷനിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. 66A 66A പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പവർ ഓഫ് രജിസ്ട്രാർ ടു ഗീവ് ഡയറക്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ ഈസ് മെൻഷൻഡ് ഇൻ ഡാഷ് റൂൾ ഇൻ ദ കേസസ് റൂൾസ് 1969. ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂള് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. റൂൾ 64A. റൂൾ 64A ആണ് ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന റൂൾ 64A. അടുത്ത ക്വസ്റ്റ്യൻ. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 കണ്ടെയ്ൻസ് ഓൺലി ഡാഷ് സെക്ഷൻസ്. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിൽ എത്ര സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. 29 സെക്ഷൻസ് മാത്രമേ 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ഡാഷ് റൂൾ ഓഫ് കേസസ് റൂൾസ്. കേസസ് റൂൾസിൻ്റെ ഏത് റൂളിലാണ് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. റൂൾ 93 പ്രതിപാദിച്ചിരിക്കുന്ന വിഷയമാണ് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഒബ്ജക്ട്സ് ഓഫ് എ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ഷാൾ ബി ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ ഡാഷ് ഓഫ് ദി കേസസ് ആക്ട്. അതായത് പ്രൊപ്പോസ്ഡ് സൊസൈറ്റി അതിൻ്റെ ഒബ്ജക്ട്സിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒബ്ജക്ട്സ് കേസസ് ആക്ടിൻ്റെ ഏത് സെക്ഷനുമായി ചേർന്ന് പോകുന്നതായിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 4മായി ചേർന്ന് പോകുന്നതായിരിക്കണം പ്രൊപ്പോസ്ഡ് സൊസൈറ്റിയിലെ ഒബ്ജക്ട്സ്. പ്രൊപ്പോസ്ഡ് സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ സെക്ഷൻ 4മായി കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 4മായി യോജിച്ച് പോകുന്ന ലക്ഷ്യങ്ങളായിരിക്കണമെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സെക്ഷൻ ഡാഷ് ഓഫ് ദി കേസസ് ആക്ട് ഡീൽസ് വിത്ത് അമാൽഗമേഷൻ ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് ജില്ലാ ബാങ്കുകളെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ലയിപ്പിക്കുന്ന അതിനുവേണ്ടി ഉള്ള സെക്ഷൻ അല്ലെങ്കിൽ അതേത് സെക്ഷനുമായി ബന്ധപ്പെട്ടതാണ് ഈ അമാൽഗമേഷൻ ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള കാര്യം. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. സെക്ഷൻ 74H ഈ ഒരു ജില്ലാ ബാങ്കുകളെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ലയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് സെക്ഷൻ 74H. ഓക്കെ. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ഡാഷ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസൽ അത് ആരുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്.
ആനുവൽ ജനറൽ ബോഡിയുടെ ഒരു ഡ്യൂട്ടിയാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ആനുവൽ ജനറൽ ബോഡി അല്ലെങ്കിൽ ആനുവൽ ജനറൽ ബോഡിയിലാണ് ഇത്തരം നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്യുന്നത് ആനുവൽ ജനറൽ ബോഡിയിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ദ പവർ ഓഫ് ലിക്വിഡേറ്റർ ഈസ് മെൻഷൻഡ് ഇൻ ഡാഷ് സെക്ഷൻ ഓഫ് KCS ആക്ട്. KCS ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് പവർ ഓഫ് ലിക്വിഡേറ്ററിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന KCS ആക്ടിൻ്റെ സെക്ഷൻ? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 73 പവർ ഓഫ് ലിക്വിഡേറ്ററിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. സെക്ഷൻ 73. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഈസ് പബ്ലിഷ്ഡ് ഇൻ ഫോം നമ്പർ ഡാഷ്. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഏത് ഫോമിലാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. ഫോം നമ്പർ 34 പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ബി കോൾഡ് അപ്പ് ബൈ ഡാഷ്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 103-ാമത്തെ ക്വസ്റ്റ്യൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്നുള്ള കാര്യം പ്രത്യേകമായി അറിഞ്ഞിരിക്കുക. ഇവിടെ ഡി എന്ന് പറയാൻ കാരണം ജനറൽ ബോഡിയുടെ ആവശ്യപ്രകാരമാണ് രജിസ്ട്രാർ ഇത് വിളിച്ചു കൂട്ടുന്നത്. ആ അർത്ഥത്തിലായിരിക്കും CSEB ചിലപ്പോൾ ഓപ്ഷൻ ഡി തിരഞ്ഞെടുത്തത്. ഓപ്ഷൻ ഡി ആണ് CSEBയുടെ ആൻസർ. രജിസ്ട്രാറാണ് വിളിച്ചു കൂട്ടുന്നത്, എന്നാലും ജനറൽ ബോഡിയുടെ ആവശ്യപ്രകാരമാണ് വിളിച്ചു കൂട്ടുന്നത്. അതുകൊണ്ടായിരിക്കും ബോത്ത് എ ആൻഡ് ബി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ബി കോൾഡ് അപ്പ് ബൈ ജനറൽ ബോഡി ആൻഡ് രജിസ്ട്രാർ. ഓപ്ഷൻ ഡി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. 104-ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് മേ സപ്രസെറ്റ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാവുന്ന പോലെ ഓപ്ഷൻ എ ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. രജിസ്ട്രാറിനാണ് ആ അധികാരം. രജിസ്ട്രാർ മേ സപ്രസെറ്റ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. എ ഡിസിഷൻ ഓൺ ആൻ ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഷാൾ ബി ടേക്കൻ വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ. അതായത് ഒരു ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് കിട്ടി, അതിൻ്റെ മേലുള്ള തീരുമാനം എടുക്കേണ്ടത് ആപ്ലിക്കേഷൻ കിട്ടിയതിന് ശേഷം എത്ര നാളുകൾക്കുള്ളിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. 2 months എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. അതായത് ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് കിട്ടിയതിന് ശേഷം 2 മാസത്തിനുള്ളിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ മേലുള്ള തീരുമാനം എടുക്കണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റർലോക്യൂട്ടറി ഓർഡേഴ്സ് ബൈ ട്രൈബ്യൂണൽ ഈസ് സ്പെസിഫൈഡ് ഇൻ ഡാഷ് ഓഫ് ദി കേസസ് ആക്ട്. ഏത് സെക്ഷനിലാണ് ഇൻ്റർലോക്യൂട്ടറി ഓർഡേഴ്സിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ട്രൈബ്യൂണലിൻ്റെ ഇൻ്റർലോക്യൂട്ടറി ഓർഡേഴ്സിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 86. സെക്ഷൻ 86 ഇൻ്റർലോക്യൂട്ടറി ഓർഡേഴ്സ് ബൈ ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റൂൾ 186 ഓഫ് കേസസ് റൂൾസ് 1969 ഡീൽസ് വിത്ത്. അതായത് കേസസ് റൂൾസിൻ്റെ റൂൾ 186 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന റൂളാണ് റൂൾ 186. വളരെ പ്രധാനപ്പെട്ട റൂളാണ്. റൂൾ 186 ഡീൽസ് വിത്ത് ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോ മെമ്പർ ഓഫ് ദി സൊസൈറ്റി ഹു ഹാസ് ബീൻ എക്സ്പെൽഡ് അണ്ടർ സെക്ഷൻ 17 ഷാൾ ബി എലിജിബിൾ ഫോർ റീ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് ദാറ്റ് സൊസൈറ്റി ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് എക്സ്പെൽഷൻ. ഒരു മെമ്പറിനെ സെക്ഷൻ 17 പ്രകാരം പുറത്താക്കി അദ്ദേഹത്തിന് റീ അഡ്മിഷന് ഒരു നിശ്ചിത കാലയളവിലേക്ക് യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. അത് എത്ര കാലമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഒരു വ്യക്തിയെ സെക്ഷൻ 17 പ്രകാരം പുറത്താക്കി അദ്ദേഹത്തിന് തിരിച്ച് ഒരു മെമ്പർഷിപ്പിലേക്ക് പ്രവേശിക്കണമെങ്കിൽ 1 വർഷമെങ്കിലും കാത്തിരിക്കണം. 1 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തെ മെമ്പറായിട്ട് തിരികെ പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. താഴെ പറയുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ റെസിപ്റ്റ് ബുക്കാണ് കൃത്യമായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് വൈറ്റ് വാഷിംഗ് എക്സ്പെൻസ് ഡെബിറ്റഡ് ഇൻ ബിൽഡിംഗ് അക്കൗണ്ട് ഇറ്റ് ഈസ് ആൻ എറർ ഓഫ് ഡാഷ്. വൈറ്റ് വാഷ് അതായത് ബിൽഡിങ് പെയിൻറ്റ് ചെയ്തതിൻ്റെ എക്സ്പെൻസ് ബിൽഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തെങ്കിൽ
അത് ഏത് തരം എററിന് ഉദാഹരണമാണ്? അത് എറർ ഓഫ് പ്രിൻസിപ്പിളിന് ഉദാഹരണമാണ്. ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അൺകോൾഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് ഡാഷ്. ക്യാപിറ്റലിൻ്റെ അൺകോൾഡ് പോർഷന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ എന്നുള്ളതാണ് അൺകോൾഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ അൺകോൾഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് റിസർവ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിനാൻസിങ് ബാങ്ക് ഈസ് എ ഡാഷ്. അതായത് റിസർവ് ഫണ്ട്, സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ റിസർവ് ഫണ്ട് ഫിനാൻസിങ് ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് പറയുന്ന പേര് ഏത് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, അസറ്റാണ്. അസറ്റിനൊരു ഉദാഹരണമാണ് റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിനാൻസിങ് ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് കോൾഡ് ഡാഷ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡിഫറൻസിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്ഷൻ ഡി ആണ്, സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് കോൾഡ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. 115ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 115ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ കോപ്പറേറ്റീവ് R&D ഈസ് പ്രിപ്പയർഡ്, റെസിപ്റ്റ് ആൻഡ് ഡിസ്ബഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡാഷ്. ഒത്തിരി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജറിൻ്റെ സഹായത്തോടു കൂടിയാണ് റെസിപ്റ്റ് ആൻഡ് ഡിസ്ബഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രൊപ്പറേറ്റർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗുഡ്സ് ഉപയോഗിച്ചെങ്കിൽ ഏത് അക്കൗണ്ടിലാണ് ആ ഡെബിറ്റ് എൻട്രി വരുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, ഡ്രോവിങ്സ് അക്കൗണ്ട്. ഡ്രോവിങ്സ് അക്കൗണ്ടിലാണ് ആ ഡെബിറ്റ് എൻട്രി വരുന്നത്. The proprietor used goods for his personal use. The account to be debited is drawings account. Next question, which of the following is not shown in the balance sheet? ബാലൻസ് ഷീറ്റ് കാണിക്കാത്ത ഒരു ഐറ്റം താഴെ പറയുന്നതിൽ ഏതാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, കണ്ടിജൻറ്റ് ലയബിലിറ്റി. കണ്ടിജൻറ്റ് ലയബിലിറ്റി ഈസ് നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. നമ്മൾ കറണ്ട് ലയബിലിറ്റി ബാലൻസ് ഷീറ്റ് കാണിക്കും, ഫിക്സഡ് ലയബിലിറ്റി, ലോങ് ടൈം ലയബിലിറ്റി ഒക്കെ ബാലൻസ് ഷീറ്റ് കാണിക്കും. എന്നാൽ കണ്ടിജൻറ്റ് ലയബിലിറ്റി നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ കണ്ടിജൻറ്റ് ലയബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോട്ടിംഗ് ചാർജ് ഈസ് നോട്ട് ആൻ എക്സ്പെൻസ് ടു ഡാഷ്. നോട്ടിംഗ് ചാർജ് ഈസ് നോട്ട് ആൻ എക്സ്പെൻസ് ടു. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, ഡ്രോയർ. ഡ്രോയറിനല്ല നോട്ടിംഗ് ചാർജ് ഒരു എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. നോട്ടിംഗ് ചാർജ് ഈസ് നോട്ട് ആൻ എക്സ്പെൻസ് ടു ഡ്രോയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലോട്ടിംഗ് അസറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ഡാഷ്. ഫ്ലോട്ടിംഗ് അസറ്റ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ചോദിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ സർക്കുലേറ്റിംഗ് അസറ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ഫ്ലോട്ടിംഗ് അസറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് സർക്കുലേറ്റിംഗ് അസറ്റ്സ്. ഇൻ പർച്ചേസസ് ബുക്ക് ഓൾ ഡാഷ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡ്. പർച്ചേസസ് ബുക്സിൽ ഏത് തരത്തിലുള്ള പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, ക്രെഡിറ്റ് പർച്ചേസസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. പർച്ചേസ് ബുക്കിൽ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. പീരിയോഡിക് അല്ലെങ്കിൽ പീരിയഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ്. പീരിയഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, പീരിയഡ് കോസ്റ്റ് ആർ ഫിക്സഡ് കോസ്റ്റ്. പീരിയഡ് കോസ്റ്റ് ആർ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്രിസിയേഷൻ അക്കൗണ്ടിങ് ഈസ് ആസ് പെർ ഡാഷ്. ഡിപ്രിസിയേഷൻ അക്കൗണ്ടിങ് ഈസ് ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ഏൺഡ് അറ്റ് ദ ടൈം ഓഫ് റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് വിൽ ബി ട്രാൻസ്ഫർഡ് ടു ഡാഷ് അക്കൗണ്ട്. അതായത് റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് ആ സമയത്ത് വന്ന ലാഭം അത് ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു, ക്യാപിറ്റൽ റിസർവിലേക്കാണ് പ്രോഫിറ്റ് ഏൺഡ് അറ്റ് ദ ടൈം ഓഫ് റീ ഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ റിസർവിലേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് ജനറലി വാല്യൂഡ് അറ്റ് ഡാഷ്. വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏത് രീതിയിലാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, കോസ്റ്റ് പ്രൈസിലാണ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യുന്നത്. കോസ്റ്റ് പ്രൈസിലാണ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ടേക്കൺ ഓൺലി ഇൻ ഡാഷ്.
ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ട്രയൽ ബാലൻസിൽ വന്നാൽ അത് താഴെ പറയുന്നതിൽ ഏത് അക്കൗണ്ടിൽ മാത്രമേ എടുക്കത്തുള്ളൂ? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്നതിൽ ഏത് അക്കൗണ്ടിൽ മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ട്രയൽ ബാലൻസിൽ തന്നാൽ പിന്നെ നമ്മളത് ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിലെ കാണിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ബാഡ്സ് വൺസ് റിട്ടേൺ ഓഫ് സബ്സിക്വൻ്റ് റിക്കവേർഡ് ഇറ്റ് വിൽ ബി ഷോൺ ഡാഷ്. ബാഡ്സ് റിട്ടേൺ ഓഫ് ചെയ്യുകയും എന്നാൽ അതിന് പിന്നീട് ഒരിക്കലും അത് റിക്കവർ ചെയ്യാൻ സാധിക്കുകയും ചെയ്താൽ അത് എവിടെ കാണിക്കുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ഇഫ് ബാഡ്സ് വൺസ് റിട്ടേൺ ഓഫ് സബ്സിക്വൻ്റ്ലി റിക്കവേർഡ് അത് ക്രെഡിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് അക്കൗണ്ടിൽ കാണിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ക്രിയേറ്റഡ് ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടൈം ലയബിലിറ്റീസ്. ഫിക്സഡ് അസറ്റ് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ലോങ് ടൈം ലയബിലിറ്റി റീപേ ചെയ്യാനോ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫണ്ടിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, സിങ്കിങ് ഫണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടൈം ലയബിലിറ്റീസ്. കൃത്യമായിട്ടുള്ള ആൻസർ സിങ്കിങ് ഫണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫൈനലി അഡ്ജസ്റ്റഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അവസാനം ഏത് അക്കൗണ്ടുമായിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്യാപിറ്റലുമായിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലെയിം എഗനിസ്റ്റ് ദ അസറ്റ്സ് ഓഫ് എ ബിസിനസ് ഫേം ഈസ് കോൾഡ് ഡാഷ്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, ടോട്ടൽ ഇക്വിറ്റി എന്നാണ്. ക്ലെയിംസ് എഗനിസ്റ്റ് ദ അസറ്റ്സ് ഓഫ് എ ബിസിനസ് ഫേം ഈസ് കോൾഡ് ടോട്ടൽ ഇക്വിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ഡാഷ് ബുക്ക്. ഏത് ബുക്കിലാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ്, അതും ക്രെഡിറ്റിൽ സെയിൽ ഓഫ് സ്ക്രാപ്പ് നടന്നാൽ അത് ഏത് അക്കൗണ്ടിൽ കാണിക്കുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി, ജേണൽ പ്രോപ്പറിൽ കാണിക്കുന്ന ഒരു എൻട്രിയാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ്. ജേണൽ പ്രോപ്പറിൽ കാണിക്കുന്ന എൻട്രിയാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ്. Next question, all nominal accounts totals are transferred to trading or profit or loss account by passing dash entry. നോമിനൽ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതുതരം എൻട്രീസ് പാസ് ചെയ്താണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, ക്ലോസിംഗ് എൻട്രീസ്. ക്ലോസിംഗ് എൻട്രീസ് പാസ് ചെയ്തിട്ടാണ് നോമിനൽ അക്കൗണ്ട്സിൻ്റെ ടോട്ടൽസ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രേഡിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നോമിനൽ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് ടോട്ടൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്ലോസിംഗ് എൻട്രി പാസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നാഷണലൈസ്ഡ് ബാങ്ക് ഡാഷ് മെർജ്ഡ് വിത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇൻ 1993. 1993 പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ലയിച്ച നാഷണലൈസ്ഡ് ബാങ്ക് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ. ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് 1993 പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ലയിച്ച ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസർ കിട്ടണമെങ്കിൽ അത്ര ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ ആൻസർ കിട്ടുകയുള്ളൂ, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഫോളോസ് ഡാഷ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. ഇന്ത്യ ഫോളോ ചെയ്യുന്ന നോട്ട് ഇഷ്യൂ ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, മിനിമം റിസർവ് സിസ്റ്റമാണ്. ഇന്ത്യ ഫോളോ ചെയ്യുന്ന നോട്ട് ഇഷ്യൂ ആണ് മിനിമം റിസർവ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിബിൽ സ്റ്റാൻഡ്സ് ഫോർ. സിബിൽ അതൊരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് നമുക്കറിയാം, എങ്കിലും സിബിലിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ് സിബിലിൻ്റെ ഫുൾ ഫോം, ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ് ഈസ് ഡാഷ് ബൈ എൻഡോഴ്സ്മെൻറ്റ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലാത്തതാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, നോട്ട് ട്രാൻസ്ഫറബിൾ ആണ്. കൃത്യമായിട്ടുള്ള ഓപ്ഷനാണ് നോട്ട് ട്രാൻസ്ഫറബിൾ. ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, നോട്ട് ട്രാൻസ്ഫറബിൾ ആണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക.
If customer of a bank could not be traced, the banker usually transfers the balance to dash account and close the account. ഒരു ബാങ്കിൻ്റെ കസ്റ്റമറിനെ കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ള ബാലൻസ് ബാങ്ക് ഏത് അക്കൗണ്ടിലേക്ക് മാറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് എന്നുള്ള അക്കൗണ്ടിലേക്കാണ് ഈ കസ്റ്റമറിനെ കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാലൻസ് അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് എന്നുള്ള അക്കൗണ്ടിലേക്ക് മാറ്റുകയും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ആൻസർ RBI reduced the validity period of check from 6 months to 3 months with effect from dash. അതായത് 6 മാസം കാലയളവ് എന്നുള്ളത് 3 മന്ത്സിലേക്ക് മാറ്റി. ചെക്കിൻ്റെ കാലാവധി 6 മാസം എന്നുള്ളത് 3 മാസത്തിലേക്ക് RBI മാറ്റിയത് എന്നു മുതലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. 1 ഏപ്രിൽ 2012 മുതലാണ് RBI ചെക്കിൻ്റെ കാലാവധി 6 മാസം എന്നുള്ളത് 3 മാസമാക്കിയത്. 1 ഏപ്രിൽ 2012. 143 ക്വസ്റ്റ്യൻ പേപ്പറിൽ 143ാമത്തെ ക്വസ്റ്റ്യനാണ്. എ ബാങ്കർ റിവീൽസ് എ സീക്രട്ട് ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഓൺ ദ റിക്വസ്റ്റ് ഓഫ് എ ഫെലോ ബാങ്കർ. ഇറ്റ് ഈസ് കോൾഡ് ഡാഷ്. ഒരു ഫെലോ ബാങ്കറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ബാങ്കർ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിൻ്റെ സീക്രട്ട് കൈമാറുന്നതിന് പറയുന്ന പേരാണ് ബാങ്കേഴ്സ് കോർട്ടസി. ബാങ്കേഴ്സ് കോർട്ടസി എന്നുള്ളത് ഫെലോ ബാങ്കറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം കസ്റ്റമർ അക്കൗണ്ടിൻ്റെ സീക്രട്ട് കൈമാറുന്നതിന് പറയുന്ന പേര് ബാങ്കേഴ്സ് കോർട്ടസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൻഡിങ് ഇലക്ട്രോണിക് ഇമേജ് ഓഫ് ദി ചെക്ക് ഫോർ ക്ലിയറിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ദ ഒറിജിനൽ ചെക്ക് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ഒരു ചെക്ക് ഫിസിക്കലായിട്ട് അയക്കുന്നതിന് പകരം അതിൻ്റെ ഇലക്ട്രോണിക് ഇമേജ് അയച്ച് ചെക്ക് ക്ലിയർ ചെയ്യുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് ചെക്ക് ട്രങ്കുവേഷൻ. ചെക്ക് ട്രങ്കുവേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഇമേജ് ഉപയോഗിച്ച് ചെക്ക് ക്ലിയർ ചെയ്യുന്ന സംവിധാനത്തിന് പറയുന്ന പേര് ചെക്ക് ട്രങ്കുവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂഷ്വലി ദ ബാങ്കർ ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ദി ബോറോവർ ആൻഡ് ഡിപ്പോസിറ്റ് ദ ലോൺ എമൗണ്ട് ഇൻ ഇറ്റ്. ദിസ് ഡിപ്പോസിറ്റ് ഇസ് നോൺ ആസ് ഡാഷ്. ബോറോവറിൻ്റെ പേരിൽ ലോൺ ക്രിയേറ്റ് ചെയ്യുകയും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലോൺ എമൗണ്ട് ആ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിന് പറയുന്ന അത്തരത്തിൽ പറയുന്ന ഡിപ്പോസിറ്റിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ്. അതായത് ലോൺ ക്രിയേറ്റ് ചെയ്തു, ആ ലോൺ എമൗണ്ട് കസ്റ്റമറുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ്. ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഇല്ലീഗൽ ഫണ്ട്സ് ആൻഡ് അസറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻടു ലെജിറ്റിമേറ്റ് ഫണ്ട് ആൻഡ് അസറ്റ്. ഇല്ലീഗൽ ഫണ്ട്സ് ലെജിറ്റിമേറ്റ് ഫണ്ടും അതുപോലെ അസറ്റ്സും ഒക്കെ ആയിട്ട് മാറ്റുന്ന ആ ഒരു ഫ്രോഡുലൻ്റ് പ്രോസസ്സിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി മണി ലോണ്ടറിങ് ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. മണി ലോണ്ടറിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ ഷോർട്ട് ടൈം ഫിനാൻസിങ് വിച്ച് ആർ ഗ്രാൻഡ് ടു ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് അണ്ടിൽ എ ലാർജ് ഓർ ലോങ് ടൈം ഫിനാൻസിങ്. അതായത് ലോങ് ടൈം ഫിനാൻസിങ് ലഭിക്കുന്നിടം വരെയാണ് ഈ ഷോർട്ട് ടൈം ഫിനാൻസിങ് ബ്രിഡ്ജ് ലോൺ വഴി നൽകി അവരെ സഹായിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോർട്ട് നോട്ട് ഗിവൺ ബൈ എ ബാങ്കർ ടു പോയിൻ്റ് ഔട്ട് റീസൺസ് ഫോർ ദ ഡിസോണർ ഓഫ് എ ചെക്ക് ഈസ് ഡാഷ്. അതായത് ഒരു ചെക്ക് മടങ്ങുവാൻ കാരണം കാണിച്ച് ബാങ്കർ നൽകുന്ന ഷോർട്ട് നോട്ടിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്ന കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. റിട്ടേൺ മെമ്മോ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. അതായത് ചെക്ക് മടങ്ങാൻ കാരണം ആയിട്ട് ബാങ്കർ പറയുന്ന ഷോർട്ട് നോട്ടിന് പറയുന്ന പേരാണ് റിട്ടേൺ മെമ്മോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊവൈഡിങ് സേഫ് ലോക്കർ ഫെസിലിറ്റി ഈസ് എ ഡാഷ് ഫംഗ്ഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ ഏത് തരം ഫംഗ്ഷൻ ഉദാഹരണമാണ് പ്രൊവൈഡിങ് സേഫ് ലോക്കർ ഫെസിലിറ്റി? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഉദാഹരണമാണ് പ്രൊവൈഡിങ് സേഫ് ലോക്കർ ഫെസിലിറ്റി. ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ മെറ്റീരിയൽ ഓൾട്ടറേഷൻ. മെറ്റീരിയൽ ഓൾട്ടറേഷന് ഉദാഹരണം താഴെ പറയുന്നതിൽ ഏതാണ്? അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. കൺവേർഷൻ ഓഫ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഇൻറ്റു ഓർഡിനറി ക്രോസിംഗ്. അതായത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് ഓർഡിനറി ക്രോസിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്താൽ അത് മെറ്റീരിയൽ ഓൾട്ടറേഷന് ഉദാഹരണമാണ്. ചെക്ക് ഇൻവാലിഡായി തീരുകയും ചെയ്യും. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് എ സെൻട്രൽ ബാങ്ക് ഡിസ്കൗണ്ട്സ് ദ എലിജിബിൾ ബിൽസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ എലിജിബിൾ ബിൽസ് സെൻട്രൽ ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് പറയുന്ന ആ റേറ്റിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാങ്ക് റേറ്റ് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. ബാങ്ക് റേറ്റ് ഇസ് റേറ്റ് അറ്റ് വിച്ച് എ സെൻട്രൽ ബാങ്ക് ഡിസ്കൗണ്ട്സ് ദ എലിജിബിൾ ബിൽസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ബാങ്ക് റേറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സ്റ്റാൻഡ്സ് ഫോർ പ്രൊവൈഡിങ് വേരിയസ് സർവീസസ് റിലേറ്റിംഗ് ടു ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ഫിനാൻസ് ടു കോർപ്പറേറ്റ് സെക്ടർ. ഡാഷ് സ്റ്റാൻഡ്സ് ഫോർ പ്രൊവൈഡിങ് വേരിയസ് സർവീസസ് റിലേറ്റിംഗ് ടു ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ഫിനാൻസ് ടു കോർപ്പറേറ്റ് സെക്ടർ. ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട വേരിയസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സെക്ടറിനെ ഫിനാൻസ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ബാങ്കിങ്ങിന് പറയുന്ന പേര്, പൊതുവായി പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. മർച്ചൻ്റ് ബാങ്കിങ് ആണ് പ്രൊവൈഡിങ് വേരിയസ് സർവീസസ് റിലേറ്റിംഗ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട വേരിയസ് സർവീസ് നൽകുന്നതിനോടൊപ്പം കോർപ്പറേറ്റ് സെക്ടറിനെ ഫിനാൻസ് ചെയ്യുകയും ചെയ്യുന്നത് മർച്ചൻ്റ് ബാങ്കിങ്ങിൻ്റെ പ്രത്യേകതയാണ്. ദ റിവേഴ്സ് റിപ്പോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ ഡാഷ് ബേസിസ്. ഏത് പീരീഡിൻ്റെ ബേസിസിലാണ് റിവേഴ്സ് റിപ്പോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. ഡെയിലി ബേസിസിലാണ് റിവേഴ്സ് റിപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോയുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെയിലി ബേസിസിലാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ നബാർഡ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഇൻ ഡാഷ്. നബാർഡ് ഫങ്ഷനിങ് ആരംഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. 12 ജൂലൈ 1982 നബാർഡ് ഫങ്ഷനിങ് ആരംഭിച്ചത്. 12 ജൂലൈ 1982. അടുത്ത ക്വസ്റ്റ്യൻ, ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. RBI സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ് ലീഡ് ബാങ്ക് സ്കീം, RBI. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻട്രൊഡ്യൂസ്ഡ് സ്കീം ഓഫ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള സ്കീം പബ്ലിക് സെക്ടർ ബാങ്കുകൾ ആരംഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. 1972 ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സ്കീം പബ്ലിക് സെക്ടർ ബാങ്കുകൾ ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2 or more സെപ്പറേറ്റ് ബാങ്ക്സ് കംസ് അണ്ടർ എ സിംഗിൾ മാനേജ്മെൻറ്റ് ഇസ് നോൺ ആസ് ഡാഷ്. 2 or more സെപ്പറേറ്റ് ബാങ്ക്സ് കംസ് അണ്ടർ എ സിംഗിൾ മാനേജ്മെൻറ്റ്. സെപ്പറേറ്റ് ബാങ്ക്സ് ആണ്, പക്ഷേ ഒരു സിംഗിൾ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ചെയിൻ ബാങ്കിങ്. ചെയിൻ ബാങ്കിങ് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. ചെയിൻ ബാങ്കിങ്. അപ്പോൾ നമ്മൾ 120 ക്വസ്റ്റ്യനോളം നമ്മൾ ഇന്ന് കണ്ടു. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സും പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.